ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ പപ്സ്, ചെമ്മീൻ കൊണ്ടുള്ള പപ്സ്. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത് വേവിച്ച വലിയ ചെമ്മീൻ 16 എണ്ണം, സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മൈദപ്പൊടി 1 കപ്പ്, തിളപ്പിച്ച വെള്ളം 3/4 കപ്പ്, ബട്ടർ മെൽറ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 നുള്ള്, മുട്ട 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് പപ്സ് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് ബേക്കിംഗ് പൗഡർ, അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കട്ട കെട്ടാതെ ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് നല്ല ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സായി കഴിയുമ്പോൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ചെമ്മീൻ പപ്സ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ച് ഷ്രിമ്പ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലോട്ട് മാവിൽ മുക്കിയ ചെമ്മീൻ ഇതുപോലെ ഓരോന്നായി ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പേപ്പർ ടവൽ വെച്ച പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഷ്രിമ്പ് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ പപ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ
Please share and subscribe. Thank you for watching. Bye bye.